9-ാമത്തെ ശ്ലോകം. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്ധോ നാത്യാദൃതസ്ത്വൈജ കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധസ ഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരവിശുനേ സ്വസുതാം വ്യമാനി. ശ്രീ മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിൽ 2 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലായി വിവരിക്കുന്ന ദക്ഷയാഗ കഥ 2 ശ്ലോകങ്ങൾ കൊണ്ട് ഭട്ടതിരി സൂചിപ്പിക്കുകയാണ് ഇവിടെ. ദക്ഷപ്രജാപതിയുടെ കഥയൊക്കെ വളരെ വിസ്തരിച്ചാണ് ഭാഗവതത്തിൽ പറയുന്നത്. അത് 2 ശ്ലോകം കൊണ്ട് ചുരുക്കുക എന്ന് പറഞ്ഞാൽ ഭട്ടതിരിയുടെ കഴിവിനെ നമ്മൾ പ്രശംസിക്കേണ്ടതാണ്. അതായത് നമുക്ക് ഇവിടെ ചുരുക്കിയേ പറയാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണത്. എന്താണ്? പിതാവായ ബ്രഹ്മാവിൻ്റെ അതിലാളനം കാരണം ദക്ഷൻ രജോ ഗുണപ്രധാനനും വിവേകശൂന്യനുമായി തീർന്നു. ദക്ഷന് ഭയങ്കര അഹങ്കാരം, അല്ലെങ്കിൽ രജോ ഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യണേ? ദേഷ്യമൊക്കെ വേഗം വരും. അങ്ങനെയാണ് അല്ലേ? പിതാക്കളുടെ അതിലാളനം പുത്രന്മാരെ ദുഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ കുട്ടികളെ ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശിക്ഷിക്കുകയൊക്കെ വേണം. അതൊക്കെ ശരിയാണ്, കുഴപ്പമില്ല, എൻ്റെ മോനല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം തന്നെ ദുഷിച്ചു പോകും എന്ന് നമുക്ക് ഈ കാര്യം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ദക്ഷൻ എന്തായി? വിഷ്ണു ഭക്തി ഇല്ല, വിഷ്ണു ഭക്തി വിമുഖനായി, മനഃശാന്തി ഇല്ലാത്തവനായി. പോരെങ്കിൽ പരമാത്മാവിൻ്റെ അംശഭൂതനും തൻ്റെ പുത്രിയുടെ ഭർത്താവുമായ ശിവനെ ദ്വേഷിച്ചു തുടങ്ങി. ഈ ദക്ഷൻ്റെ ഒരു പുത്രി ശിവന് കൊടുത്തിട്ടുണ്ട്. ശിവനെ ഇഷ്ടമല്ല ദക്ഷന്. അപ്പോൾ ശിവനെ ഒന്ന് ദേഷിക്കാൻ വേണ്ടി തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു യാഗം തുടങ്ങി. അതിന് ഈ യാഗത്തിന് എല്ലാ ദേവന്മാരെയും ഒക്കെ ക്ഷണിക്കേണ്ടതാണ്. ദക്ഷൻ ശിവനൊഴികെയുള്ള സകല ദേവന്മാരെയും യാഗത്തിന് ക്ഷണിച്ചു. ശിവൻ്റെ പത്നി സതീദേവി തൻ്റെ വീട്ടിലൊരു കാര്യം നടക്കുമ്പോൾ എങ്ങനെ പോവാതിരിക്കുക? വിളിച്ചില്ലെങ്കിൽ ഞാൻ പോകും എന്നുള്ള നിലയ്ക്ക്, അതായത് പിതൃഗൃഹത്തിലുള്ള കാര്യമായതുകൊണ്ട് ഒരു അഭിമാനക്ഷതം ക്ഷണിക്കാതെ തന്നെ സതി യാഗശാലയിലേക്ക് പോയി. പക്ഷേ ദക്ഷൻ എന്ത് ചെയ്തു? സ്വന്തം മകളാണെങ്കിൽ കൂടി മരുമകനോടുള്ള ശിവനോടുള്ള ദേഷ്യം കൊണ്ട് അഹങ്കാരിയായ ദക്ഷൻ അവളെ സതീദേവിയെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്തു. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്ധോ നാത്യാദൃതസ്ത്വൈജ കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധസ ഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരവിശുനേ സ്വസുതാം വ്യമാനി.